ഫരീദാബാദ് അൽഫള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരടങ്ങിയ തീവ്രവാദ സംഘം കഴിഞ്ഞ 2 വർഷമായി ഡൽഹിയിൽ ആസൂത്രണം ചെയ്തത് വൻ സ്ഫോടനങ്ങൾ. കുനാട്ട് പ്ലേസ്, മയൂർ വിഹാർ, റെഡ് ഫോർട്ട് അടക്കം 6 ഇടങ്ങളിൽ ഡിസംബർ 6-ന് ഒരേ സമയം ആക്രമണങ്ങൾ നടത്താനായിരുന്നു പദ്ധതി. ഡോക്ടർമാരായ ഉമർ നബിയുടെയും മുസമിൽ ഗനായിയുടെയും മുറികളിൽ നിന്ന് കണ്ടെത്തിയ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പിടിച്ചെടുത്ത നോട്ട്ബുക്കുകളിലും ഡയറികളിലും നവംബർ 8 മുതൽ 12 വരെയുള്ള തീയതികളോടുകൂടിയ രഹസ്യ കോഡുകളും പേരുകളും നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒന്നിലധികം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ സൂചനയാണ് നൽകുന്നത്. ഓപ്പറേഷൻ എന്ന വാക്ക് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പ്രതികളായ ഉമർ നബി, ഡോക്ടർ മുസമിൽ ഗനായി, ഡോക്ടർ അദീൽ, ഡോക്ടർ ഷഹീൻ എന്നിവർ ചേർന്ന 20 ലക്ഷം രൂപയോളം സമാഹരിച്ച് ഉമറിന് കൈമാറി. ഗുരുഗ്രാം, നൂഹ്, സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ IED നിർമ്മിക്കാനായി 20 കിൻഡലിലധികം NPK വളം സംഘടിപ്പിച്ചത് ഈ തുക ഉപയോഗിച്ചാണ്. ബോംബ് നിർമ്മാണത്തിനായി സർവകലാശാല ലാബിൽ നിന്ന് രാസവസ്തുക്കൾ മോഷ്ടിച്ചു. മുസമിലിന്റെ മുറിയിൽ ബോംബ് നിർമ്മിക്കാൻ പരീക്ഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തി. കൂട്ടാളികൾ പിടിക്കപ്പെട്ടതോടെയാണ് പെട്ടെന്ന് സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമർ തീരുമാനിച്ചത്. കാറിന്റെ പിൻസീറ്റിൽ വെച്ച് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. അതിനാണ് കാർ ചെങ്കോട്ടയിൽ 3 മണിക്കൂറോളം പാർക്ക് ചെയ്തത്. തിരക്ക് കുറഞ്ഞത് കാരണം പദ്ധതി മാറ്റി. ചെങ്കോട്ട സിഗ്നലിന് സമീപം സ്ഫോടനം പെട്ടെന്ന് തയ്യാറാക്കിയ പദ്ധതിയെന്നാണ് നിഗമനം. ഡൽഹിയിൽ 11 മണിക്കൂറോളം ഹണ്ടേ I-20 വാഹനത്തിൽ കറങ്ങിയതും കാൽനടയാത്രക്കാർ കൂടുതലുള്ള സ്ഥലം ലക്ഷ്യമിട്ടായിരുന്നു. കൊണാട്ട് പ്ലേസിൽ ഉമർ കാറിൽ കറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 32 വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി 4 വാഹനങ്ങളാണ് ഇവർ വാങ്ങിയത്. ഇതിൽ 3ാമത്തെ വാഹനമായ മാരുതി ബ്രസ കാർ അൽഫല സർവകലാശാല ക്യാമ്പസിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അതിനിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹഭാഗം കണ്ടെത്തി. കൈപ്പത്തിയാണ് കിട്ടിയത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.